നമസ്കാരം. കേരളത്തിലും ഡൽഹി മോഡൽ ബാർ കോഴ മദ്യനയം തിരുത്താൻ മന്ത്രി എം.പി. രാജേഷ് 25 കോടി വാങ്ങിയോ? വീണ്ടും അഴിമതിയുടെയൊക്കെ നിഴലിലേക്ക് പിണറായി വിജയൻ സർക്കാർ മാറുന്നുണ്ടോ? രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നായിരുന്നല്ലോ ഡൽഹി സർക്കാരിൻ്റെതായിട്ട് അറിയപ്പെടുന്ന മദ്യനയം. സ്വകാര്യ മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയതോടുകൂടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉണ്ടാക്കിയത് കോടികളുടെ നേട്ടമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അധികം വൈകാതെ തന്നെ അഴിമതിക്ക് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയും അടക്കം അറസ്റ്റിലാവുകയും ജയിലിലടക്കുകയും ചെയ്തു. ഡൽഹിയിലെ ഞെട്ടിക്കുന്ന അഴിമതിയുടെ വാർത്തകൾ അവസാനിക്കും മുൻപേ അത്തരത്തിൽ സമാനതകളുള്ള ഒരു വാർത്തയാണ് ഇതാ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത് എന്നുള്ള പ്രത്യേകതയാണ്. മദ്യനയത്തിൽ മാറ്റം വരുത്തി എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് 25 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. ബാർ ഉടമകളുടെ സംഘടനയായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ജില്ലാ നേതാവിൻ്റെ ശബ്ദ സന്ദേശം അത് പുറത്തു വന്നതോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി കഥ ഇതായിപ്പോൾ പുറത്താവുന്നത് എന്നുള്ളതാണ്. നിലവിൽ വരുമാനം വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ഡ്രൈ ഡേ പിൻവലിക്കുവാനും ബാറുകളുടെ പ്രവർത്തന സമയമെന്ന് പറയപ്പെടുന്നത് കൂട്ടാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത് കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ ഉള്ളതല്ല എന്നും മറിച്ച് മന്ത്രിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നാണ് ഇപ്പോഴത്തെ ഈ ആരോപണം എന്ന് പറയപ്പെടുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കുവാനും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുവാനും ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുള്ള ശബ്ദ സന്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മദ്യനയത്തിൽ സർക്കാർ വലിയ മാറ്റം വരുത്തുമെന്ന വലിയ ശബ്ദ സന്ദേശമാണ് അതിലൂടെ ആ ശബ്ദ സന്ദേശത്തിലെ സൂചനകൾ. ഇതിനോടകം തന്നെ പല ബാർ ഉടമകളും പണം കൈമാറി എന്നുകൂടി ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനമാണ് ഇത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ. സംഭവ മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചതോടുകൂടി വിശദീകരണമായിട്ട് ഇപ്പോൾ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ രംഗത്തെത്തിയെങ്കിലും അസോസിയേഷൻ്റെ കെട്ടിട നിർമ്മാണത്തിനായുള്ള ലോൺ തുകയെക്കുറിച്ചാണ് ശബ്ദ സന്ദേശമെന്നാണ് ഈ പറഞ്ഞ അധ്യക്ഷൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. അനുകൂലമായ മദ്യനയത്തിന് വേണ്ടിയാണ് പണമെന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് അരിയാഹാരം കഴിക്കുന്നതിനെ പറ്റിക്കുന്നത്. വീണ്ടും അധ്യക്ഷൻ്റെ ഈ ഉരുണ്ട കളി എന്ന് പറയപ്പെടുന്ന അവിടെയാണ്. അനുകൂല മദ്യനയത്തിനായിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദ സന്ദേശം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതോടുകൂടി കരുനീക്കങ്ങൾ മന്ത്രി എം.പി. രാജേഷും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി. പണപ്പിരിവിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മന്ത്രിയുടെ പരാതിയിലെ പ്രധാന ആവശ്യമെന്ന് പറയപ്പെടുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടും പല മന്ത്രിമാരും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അധികാരത്തിലേറിയത് മുതൽ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ് ഈ പിണറായി സർക്കാർ. റോഡ് നിർമ്മാണത്തിന് കരാർ നൽകുന്നത് മുതൽ വ്യാപിച്ചു കിടക്കുന്ന സർക്കാരിൻ്റെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി മുൻപിലുണ്ട്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നൊക്കെ വാചകമേള നടത്തിയാണ് ഈ പിണറായി സർക്കാർ അധികാരത്തിലേറിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നാടെങ്ങും കൂടുതൽ ബാറുകൾ തുറക്കുവാനും മദ്യമൊഴുക്കുവാനും നടത്തുന്ന ശ്രമങ്ങളാണ് ശബ്ദരേഖയിലൂടെ നമുക്ക് വെളിപ്പെടുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടിക്കട മുതൽ ഇനി മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കേരളത്തിൻ്റെ ഒരു വികൃത മുഖമാണ് നമുക്ക് കാണാൻ കഴിയുക. ഡൽഹിയിൽ മോഡലിലെ ഒരു ബാർ കോഴ കഥ തന്നെയാണ് ഇതാ കേരളത്തിലും അരങ്ങേറുന്നത് എന്ന് പറയേണ്ടി വരുന്നു. 25 കോടിയുടെ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള വാദങ്ങൾ, ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മന്ത്രിക്കെതിരെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് UDF സർക്കാരിൻ്റെ കാലത്ത് 2014 മാണിയുമായി ബന്ധപ്പെട്ടിട്ട് KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട്, 30 കോടി രൂപ KM മാണിക്ക് നൽകേണ്ടതുണ്ട് എന്ന് അന്ന് ബാർ അസോസിയേഷൻകാരടക്കം പറഞ്ഞപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഭരിക്കുന്ന ഇതേ വില്ലാളി വീരന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങി തെരുവിൽ തടയുകയും ഈ KM മാണി എന്ന് പറയപ്പെടുന്ന അന്നത്തെ ധനമന്ത്രിയെ തെരുവിൽ തടഞ്ഞതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹത്തിനെ രാജിവെപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ മഹാന്മാരാണിപ്പോൾ അതേ മോഡലിലെ ബാർ കോഴയിലേക്കും മദ്യനയത്തിലേക്കും എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ഇവരുടെ പ്രത്യേകത? 2016 ബാർ കോഴയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, സോളാർ കേസ് ചർച്ച ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ തകിടം മറിച്ചിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഈ സരിതാ വിഷയങ്ങളോ അല്ലെങ്കിൽ ബാർ കോഴ ആരോപണങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു തുടർഭരണം ഉണ്ടായേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനെ തകിടം മറിച്ചത് ഈ സരിതയും ഒപ്പം തന്നെ ഈ ബാർ കോഴ ഇടപാടുകളുമൊക്കെയായിരുന്നു. അങ്ങനെ KM മാണിയുടെയും ഈ സരിതയുടെയും ഒക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ UDFൻ്റെ ഭരണം പോവുകയും LDF അധികാരത്തിലേറുകയും അന്ന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്നും
മദ്യശാലകൾക്ക് പകരം സ്കൂളുകൾ തുറക്കുവാനാണ് ഞങ്ങൾ, ബാറുകൾക്ക് പകരം ഞങ്ങൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ വാചക കസരത്തൊക്കെ നടത്തി അധികാരത്തിലെത്തിയവരാണ് ഇന്ന് മുക്കിന് അതായത് പെട്ടിക്കടകൾക്ക് വരെ ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് തരംതാണു പോകുന്നത്. ഏതു വിധേനയും ബാറുകളിലൂടെ മദ്യമൊഴുക്കി പണം സമ്പാദിച്ചാൽ മതി, വരുമാനം കൂട്ടിയാൽ മതി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരംതാണു പോകുന്ന ഒരു സർക്കാരായി ഈ ഇടതുപക്ഷ സർക്കാർ മാറി. അഴിമതി കഥകൾ മാത്രം തുടക്കകാലം മുതൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നായി എണ്ണി പറയാവുന്ന അഴിമതി കഥകൾ കൊണ്ട് നിറയുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ തീരുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ബാഹ്യ അനന്തര ഫലങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ സർക്കാരിന് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ അഴിമതി ഒരു തുടർക്കഥയായി മാറുന്ന പിണറായി സർക്കാരിൻ്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവലാണ് വരാൻ പോകുന്നത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ട്. ഈ പറയുന്നത് പോലെ ഇപ്പോഴും കാലം എന്ന് പറയപ്പെടുന്ന കാത്തുവച്ചിരിക്കുന്ന ഒരു കാവ്യനീതിയുണ്ട്. അതിപ്പോൾ ലഭിക്കാൻ പോകുന്നത് പിണറായി സർക്കാരിനാണ്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രയോഗിച്ച ആയുധങ്ങളെല്ലാം ബൂമറാങ് പോലെ തിരികെ വരികയാണ്. അതിലൊരെണ്ണം തിരിച്ചു വരുന്നു. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മദ്യനയത്തിലൂടെ മുൻപൊരെണ്ണം തിരികെ വന്നിരുന്നു, സരിതയ്ക്ക് പകരം സ്വപ്ന. അങ്ങനെ പലതരത്തിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഈ കാവ്യനീതി, ലഭിക്കുന്ന കാവ്യനീതി കാലം കഴിയും തോറും ലഭിക്കുക തന്നെ ചെയ്യും. അത് ലഭിക്കുകയാണ്. ഒന്ന് ബാർക്കോഴയും മറ്റൊന്ന് സ്വപ്നയും ഒക്കെ ആയിട്ട് മുന്നിലുണ്ട്. മുൻപത് സരിതയും ബാർക്കോഴയുമായിരുന്നുവെങ്കിൽ അതേപോലെ മദ്യനയം, പുതിയ മദ്യനയത്തിൻ്റെ പേരിൽ ബാർക്കോഴ ആരംഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ട്, ശബ്ദരേഖകൾ പുറത്തു വന്നുകൊണ്ട് ആ ആരോപണങ്ങളിൽ നിൽക്കുകയാണ് എക്സൈസ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ് അടക്കം. രാജിവെക്കണോ അതോ പുറത്തു പോകണോ എന്നൊക്കെ മന്ത്രി തീരുമാനിക്കും. പക്ഷേ എന്തായാലും മന്ത്രി രാജിവെക്കുവാനും പുറത്തു പോകാനുമൊന്നും തയ്യാറല്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം വിദേശ പര്യടനത്തിന് പോകാൻ തയ്യാറായി കഴിഞ്ഞു. പ്രത്യാരോപണങ്ങളെല്ലാം ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പാർട്ടിക്കാരും ചേർന്ന് പരസ്പരം മല്ലടിച്ചു തീർക്കട്ടെ. മന്ത്രി അങ്ങ് വിദേശത്ത് പോയി അദ്ദേഹത്തിൻ്റെ അവധിക്കാലം ആഘോഷിക്കട്ടെ.